ശ്രീകൃഷ്ണ ഭഗവാനും പത്നിയായ രുക്മിണീ ദേവിയും മട്ടുപ്പാവിലിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയ ഭഗവാന് വളരെ ക്ഷീണിതനായ ഒരാൾ അത്യുത്കടമായ ദുഃഖഭാരത്തോടെ നിൽക്കുന്നതായി കാണപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് സുധാമ ആണെന്ന് തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതീവ സന്തുഷ്ടനായി താഴേക്കിറങ്ങിച്ചെന്നു. "അല്ലയോ സുധാമ, താങ്കൾ എന്നെ കാണുവാൻ എത്തിയോ? എത്രയോ സംവത്സരമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട്." അത്യധികമായ ആനന്ദത്തോടെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പഴയ സതീർത്ഥ്യനെ ഗാഢമായി ആലിംഗനം ചെയ്തു. അമൂർത്തമായ ആനന്ദം കൊണ്ടാണോ എന്നറിയില്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ മിഴികൾ ഈറനായി. അദ്ദേഹം സുധാമാവിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് ഉപവിഷ്ടനാക്കി. അതിനുശേഷം ഒരു തളികയിൽ ജലവുമായി വന്ന് തൻ്റെ അതിഥിയുടെ പാദങ്ങൾ കഴുകിത്തുടച്ചു. അപ്പോൾ രുക്മിണീ ദേവിയാണ് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു മൃഷ്ടാന്ന ഭോജനം തന്നെ സുധാമാവിന് തയ്യാറാക്കിയിരുന്നു. ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ രുക്മിണീ ദേവിയാണ് വെഞ്ചാമരം വീശി കൊടുത്തുകൊണ്ടിരുന്നത്. സുധാമാവിന് താൻ അനുഭവിക്കുന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലായിരുന്നു. ഭക്ഷണശേഷം വിശ്രമിക്കുമ്പോൾ ഭഗവാൻ ചോദിച്ചു, "ഒത്തിരി കാലം കൂടി എന്നെ കാണാൻ വന്നിട്ട് എനിക്കെന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്?" സുധാമാവ് താൻ പൊതിഞ്ഞുകൊണ്ടുവന്ന അവൽപ്പൊതി ലജ്ജ മൂലം ഭഗവാനെ കാണിക്കാതെ വച്ചിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാം അറിയുന്ന പരമ്പൊരുൾ സുധാമാവ് തനിക്കായി കൊണ്ടുവന്ന അവൽ കാണാതെ പോകുമോ? സുധാമാവ് മാറ്റിപ്പിടിച്ചിരുന്ന അവൽപ്പൊതി കണ്ടെത്തി ഭഗവാൻ അതെടുത്ത് തുറന്നു നോക്കി. അപ്പോൾ സന്തോഷാധിക്യത്തോടെ അദ്ദേഹം പറഞ്ഞു, "എൻ്റെ അവൽക്കൊതി താൻ മറന്നിട്ടില്ല അല്ലേ? താൻ ഓർക്കുന്നുവോ സുധാമ, ഒരിക്കൽ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഒരു സായങ്കാലം വിറക് ശേഖരിക്കാൻ പോകുന്ന സമയം മഴ വന്നു. ആ മഴയത്ത് നമ്മൾ ഒരു വൃക്ഷത്തിൽ കയറിയിരുന്നു. മുകളിലത്തെ ശിഖരത്തിൽ താനും താഴെ ഞാനും. അപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. മഹർഷിയുടെ പത്നി നമുക്ക് കഴിക്കാൻ അവൽ തന്നയച്ചിരുന്നു. വിശപ്പ് മാറ്റുവാൻ അവൽ കഴിക്കാമെന്ന് കരുതി അവലെടുക്കാൻ താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സുധാമ താൻ പറഞ്ഞു, 'അയ്യോ, അവൽ മുഴുവൻ മഴയിൽ കുതിർന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ' എന്നും. എന്നാൽ താൻ എനിക്ക് തരാതെ അത് മുഴുവൻ കഴിച്ചിരുന്നു." സുധാമ എന്ന കുചേലൻ അതിയായ ലജ്ജയും ദുഃഖവും കൊണ്ട് തലകുനിച്ചു. താൻ ഒരു തരി അവൽ പോലും ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കാതെ കഴിച്ചതുകൊണ്ടായിരിക്കുമോ ഒരുപക്ഷേ ഇനി കൊടിയ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷത്തോടെ ഒരു പിടി അവലെടുത്ത് വായിലിട്ടു. ഹാ, എന്താ രുചി! ആഹ്ലാദത്തോടെ അദ്ദേഹം രണ്ടാമതൊരു പിടി കൂടി എടുക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണീ ദേവി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, "അങ്ങ് ആവശ്യത്തിനുള്ള അവൽ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് കഴിക്കണ്ടേ?" ഒരു ഗൂഢമന്ദസ്മിതത്തോടെ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണീ ദേവിയെ നോക്കി.